നമ്മൾ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീട് ഉണ്ടായതും ഇവൻ ഉണ്ടല്ലോ ഉണ്ടായതിന്റെ പ്രശ്നം ഇവൻ വയറ്റിൽ ഊറിയപ്പോഴേക്ക് പിതാവ് തെറിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞങ്ങളെപ്പോഴും സത്യമായ വാക്കല്ലാതെ അവിടുത്തെ സ്ഥാനത്തിന് നിരക്കാത്ത ഒറ്റ വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. പറഞ്ഞത് മുഴുവനും ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ശത്രുക്കളാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാരം എത്രയാണ് പൊക്കമുള്ളതെന്ന് കറക്റ്റ് വിവരിച്ചില്ല. സഹാബാക്കളോ മറ്റാവരുത് വേണ്ട. റസൂലുള്ളാഹിന്റെ ജാരം എത്രയാണ് പൊക്കമുള്ളത്, പിന്നെ ഇപ്പോൾ പൊക്കമില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, അത് എപ്പോഴാണ് തട്ടി നിരപ്പാക്കിയതെന്ന് പറയണം. ഇപ്പൊ പൊക്കമില്ല എന്ന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ കളവാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അത് കൊടുക്കുക മൈക്ക്. നമ്മളെ സംബന്ധിച്ച് ഒരു കളവ് പറയാൻ അനുവദിക്കൂല. അള്ളാന്റെ റസൂലിന്റെ ജാറം ഇപ്പോൾ പൊക്കമില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഒരാൾ മാത്രം കേട്ടാൽ ശരിയാവൂല. കളവ് പറയരുത്. ഒരു മിനിറ്റ്, നിങ്ങളാക്കിയ സീഡ് റിവേഴ്സ് എടുത്ത് നിങ്ങൾ നോക്കാം. റിവേഴ്സ് എടുത്ത് നോക്കാം. നിങ്ങൾ പറഞ്ഞ് കായബനെയും കബൂറിനെയും പൊളിച്ചാൽ അത് കാണാൻ കിട്ടൂല, പൊന്നിട്ടുണ്ടാവൂല. അത് മൊത്തത്തിലുള്ള ഖബറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ അങ്ങനെ നിങ്ങൾ പൊളിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ റസൂലിന്റെ ഖബർ എത്രയാണ് പൊക്കമുള്ളതെന്ന് നിങ്ങൾ ഹദീസ് മുഖാന്തരം തെളിവ് മുഖാന്തരം അത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൗദി ഗവൺമെന്റ് ഞങ്ങളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന സമസ്തയുടെ ആളുകളൊന്നുമല്ല. നിങ്ങൾ ഇനി പൊളിച്ചു കളഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഖബർ കെട്ടിപ്പൊക്കാനുള്ള തെളിവ് അത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഖബർ കെട്ടിപ്പൊക്കാം എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ബുഖാരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കെട്ടിപ്പൊക്കുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കെട്ടിപ്പൊക്കി എന്ന് ഗൾഫ് നാടുകളിൽ നിന്നിറങ്ങുന്ന പത്രങ്ങളിൽ വരെ വളരെ നന്നായി അതിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളത് ആ ഫോട്ടോ അവർ തന്നെ പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളത് കാണിക്കുന്നത്. അല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതാണല്ലോ നിങ്ങൾ പറഞ്ഞതിന്റെ ആകത്തുക. അന്ന് പേരോട് ഉസ്താദ് നാദാപുരത്ത് വെച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഞങ്ങൾ സാധാരണ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഫോട്ടോ അതല്ല ശരി, അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ ഇപ്പോഴും കെട്ടിപ്പൊക്കാത്ത അവസ്ഥയിലാണ് എന്ന് വാദമുണ്ടെങ്കിൽ സൗദി ഗവൺമെന്റിനോട് വലിയ സ്വാധീനമുള്ള ആളുകളാണ് മുജാഹിദുകൾ എന്ന് പഠിപ്പിക്കുന്നവരാണല്ലോ. ഇപ്പോൾ ആ ഖബറിന്റെ ഫോട്ടോ ഇപ്പോഴുള്ള രൂപം ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിന്റെ ഫോട്ടോ കാണിച്ച് സമൂഹത്തെ അത് കെട്ടിപ്പൊന്തിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് നാദാപുരത്ത് വെച്ച് വന്നിരായ പേരോട് ഉസ്താദ് ചോദിച്ചിട്ട് ഈ നിമിഷം വരെ സലഫി എന്നല്ല ഒരാളും അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഇപ്പോൾ സൗദി ഗവൺമെന്റിന്റെ കീഴിലുള്ള അവിടെ എന്ത് ചെയ്തു എന്നതല്ല ഞങ്ങളുടെ തെളിവ്. ഖബർ കെട്ടിപ്പൊക്കണം എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച ഉസ്മാൻ ഇബ്നു മദൂൻ എന്ന സ്വഹാബി മരിച്ചപ്പോൾ അവിടെ വലിയ ജാറം കെട്ടിപ്പൊക്കി എന്നത് വളരെ വ്യക്തമായി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റൂല. ഇതിപ്പോ നിങ്ങള് നിഷേധിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ജാർ എന്ന് പറയുന്നത് ഈ ഖബർ കെട്ടിപ്പൊക്കൽ മാത്ര അല്ല, അതിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നതും അതിൽപ്പെട്ടതാണ്. അവിടെ ചുറ്റുമതിൽ കെട്ടുന്നതും അതിൽപ്പെട്ടതാണ്. പറയാൻ കഴിയുമോ നിങ്ങൾക്ക് മദീനയിൽ കുബ്ബയില്ല? പറയാൻ കഴിയില്ല. പച്ച കുബ്ബ, അതിനും വഹാബികൾ എതിരാണ്. അതുകൊണ്ടാണ് കുബ്ബ പൊളിച്ചു കളയും എന്നവർ പ്രസംഗിച്ചത്. അപ്പൊ കുബ്ബയുണ്ട് എന്ന തർക്കമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ഖുർആൻ സുന്നത്തുമാണ് നമ്മുടെ രേഖ. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഖബർ കൊട്ടിപ്പൊക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി